Hi friends, welcome to Simis Nadan kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ് ചക്ക നിറച്ചത്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് കുറച്ച് വരിക്കച്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വരിക്കച്ചക്ക തന്നെ വേണം ട്ടോ. അപ്പോൾ നമ്മൾ ചോള അടത്തിയെടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ നെടുകെ ഒന്ന് കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചക്കക്കുരു എടുത്ത് മാറ്റണം ട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടായിട്ട് ഇങ്ങനെ വിടിയിക്കേണ്ട, ഇതുപോലെ നെടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചക്കക്കുരു മാറ്റാം. അപ്പോൾ അതായത് നമുക്കിത് വീണ്ടും ഇത് കൂട്ടി യോജിപ്പിക്കാനുള്ളതാണ്. ഇതുപോലെയാണ് വേണ്ടത്. ഇതാ ഇത് കണ്ടോ, ഈ രീതിയിൽ കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനൊരു ഫില്ലിങ് ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ, നമുക്ക് ആ ചക്കയ്ക്ക് എത്ര ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തേങ്ങ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്ക പൊടിച്ചത്, പഞ്ചസാര ആവശ്യത്തിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ആക്കാം കേട്ടോ. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഞെരിയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ ആ പഞ്ചസാര തേങ്ങയിൽ പിടിക്കത്തുള്ളേ. സ്പൂൺ വെച്ച് ഇളക്കുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇങ്ങനെ വെറുതെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ചക്ക മുക്കി വറക്കണം. അതിനായിട്ട് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി കേട്ടോ. 1 നുള്ള് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് എള്ള്. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം ഇത് ഒന്ന് യോജിപ്പിക്കണം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിടുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയിട്ടാ, അപ്പോൾ അത് റെക്കോർഡായില്ല. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇതൊരു കുഴമ്പ് പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ചക്ക അതിൻ്റെ അകത്ത് മുക്കുമ്പോൾ അതിൻ്റെ പുറമെ പൊതിഞ്ഞ് വരുന്ന രീതിയിലായിരിക്കണം. ഞാനിത് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. മുട്ട വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. മുട്ട കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ടെക്സ്റ്റാണത്. ചക്ക അതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചക്കയുടെ പുറമെ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ, നമ്മൾ പഴംപൊരിയൊക്കെ വറക്കുമ്പോൾ ഇരിക്കത്തില്ലേ, അതുപോലെ വേണം ഇരിക്കാനായിട്ട്. എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചക്ക വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടണം. ചക്കയുടെ ഉള്ളിലേക്ക് ഈ തേങ്ങയുടെ മിക്സ്ചർ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടാവണം കേട്ടോ. ഇതിങ്ങനെ ഇട്ട് ഇതിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുക കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാം. ഇതുപോലെ ആക്കിയതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, ഒരുപാട് അങ്ങ് ബ്രൗൺ നിറായിപ്പോൾ നമുക്കൊരു ചെറിയൊരു യെല്ലോ കളർ കിട്ടണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ ചക്ക നിറച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഒരു വെറൈറ്റി ഒരു പലഹാരമാണിത്. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയൊക്കെ നിറച്ചേക്കുന്നതുകൊണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ പഴുത്ത ചക്കയുടെയൊക്കെ സീസണല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.